ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളൊരു വസ്തു വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ വാങ്ങി ആ വീട് പഴയ ഓണറിൽ നിന്നും പുതിയ ഓണറിലേക്ക് മാറ്റുന്നതാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ പേരിലൊരു വീട് ഞാൻ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ആ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ കണക്ഷന്, ആ വീട്ടിൽ പഞ്ചായത്ത് നികുതി അടക്കുന്നത്, അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ഇതൊക്കെ എന്തായിരിക്കും? നിലവിൽ ആരാണോ ഉടമ അവരെ പേരിലായിരിക്കും. പിന്നെ പുതിയ ഉടമ ആയിക്കഴിഞ്ഞാൽ, അഥവാ പുതിയ ഒരാൾ ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ആ വീടിൻ്റെ ഓണർഷിപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു ഓണറിൽ നിന്ന് മറ്റൊരു ഓണറിലേക്ക് മാറ്റുന്നതാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ സാധാരണ പറയും. അപ്പോൾ ഇങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം രേഖകളാണ് ആവശ്യം, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പറയുന്നത് പഞ്ചായത്ത്, അതായത് വീട്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ വരുന്നത് പഞ്ചായത്തിലാണ്. കാരണം വീട്ടു നികുതി അടക്കുന്നത് നമ്മൾ പഞ്ചായത്തിലാണല്ലോ. അപ്പം നമ്മൾ ഓൺലൈനായിട്ടുണ്ട്, സെൻറ്ററുകൾ വഴി നമുക്ക് അടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം വീടിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് പഞ്ചായത്തിലേക്ക്, അല്ലെങ്കിൽ ആ വീട് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൈവശ സർട്ടിഫിക്കറ്റിന് എന്താണ് വേണ്ടത് എന്നുകൂടി ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ആധാരം വേണം, നികുതി ചീട്ട് വേണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസർ നമുക്ക് തരണം അല്ലെങ്കിൽ അനുവദിച്ച് തരണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പുതിയ നികുതി ചീട്ട് വേണമെന്നുള്ള. പല ആളുകളും പഴയ നികുതി ചീട്ടൊക്കെ ആയിട്ട് വരും, ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് ചോദിക്കും. പുതിയ നികുതി ചീട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വില്ലേജ് ഓഫീസർമാർ നമുക്ക് കൈവശ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൈവശ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഒന്ന് വേണ്ടത്. പിന്നെ ആ പഞ്ചായത്തിൻ്റെ ആ നികുതി നമ്മൾ അടച്ചിരിക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നികുതി അടച്ചിരിക്കണം. അത് തന്നെയാണ് നേരത്തെ കൈവശത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴും. എന്താ വെച്ചാൽ പുതിയ നികുതി ചീട്ട് വേണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലേക്ക് നികുതി അടക്കുന്ന പോലെ തന്നെ വില്ലേജിലേക്ക് കിട്ടേണ്ട നികുതിയാണത്. അതുകൊണ്ടാണ് പുതിയ നികുതി ചീട്ട് എന്ന് പറയുന്നത് കൈവശത്തിന്. അതേപോലെ തന്നെ പഞ്ചായത്തിലേക്ക് നമ്മൾ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് വേണം? പഞ്ചായത്തിലേക്ക് കിട്ടേണ്ട നികുതി നമ്മൾ അടച്ചിരിക്കണം. നികുതി പെൻഡിങ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടച്ചാൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ അപേക്ഷ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത് വേണ്ട രേഖ കൈവശ സർട്ടിഫിക്കറ്റ് ആണ്. ആ കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഞാൻ ആധാരം നീച്ചിട്ടാണ് വേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ആരെ പേരിലാണ്, അഥവാ പുതിയ ഓണർ ആരാണ് അവര് ആധാർ കാർഡ് വേണം. ഓക്കെ, പിന്നെ ആ വീടിൻ്റെ നികുതി ചീട്ട്, നികുതി അടച്ച റെസിപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രണ്ട് രീതിയിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വരും. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ പേരിലുള്ള വീടാണ്, സ്ഥലമാണ്. അത് ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ മരണശേഷം മക്കളുടെ പേരിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? വിൽപ്പനയല്ല, നിലവിലുള്ള ഓണറെ മരണം സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ വീട് നമ്മുടെ പേരിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എന്തായാലും മരിച്ച ആളുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ കൈവശം വേണം, മരിച്ച ആളെ മരണ സർട്ടിഫിക്കറ്റ് വേണം. ഇനി ആരാണ് പുതിയ ഓണർ അവരെ ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ പഞ്ചായത്തിൽ അടച്ച നികുതി ചീട്ട് വേണം. ഇത്രയും രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കെ സ്മാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്മാർട്ടാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ എന്തായിരിക്കണം? നമ്മൾ സ്മാർട്ട് ആവണം. ഉദാഹരണത്തിന് നമ്മുടെ ആധാർ മൊബൈൽ നമ്പർ എപ്പോഴും ലിങ്ക് ആവണം. ലിങ്ക് ആയാൽ മാത്രമേ കെ സ്മാർട്ടിൽ നിന്നും നമുക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാകുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അടുത്ത് വന്ന സ്ത്രീ സുരക്ഷ, അതായത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കിട്ടുന്ന പദ്ധതിയാണ്, ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലഭ്യമാണെങ്കിൽ എന്ത് വേണം? ആധാർ മൊബൈൽ നമ്പറും ലിങ്ക് ആയാൽ മാത്രമേ. അതൊക്കെ ഈ കെ സ്മാർട്ട് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പഞ്ചായത്തിൽ, അതൊരു വീട് നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയർ, അതിന് വേണ്ട രേഖകളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് KCB ഓണർഷിപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ട രേഖകൾ. അതിന് നമുക്ക് വേണ്ടത് KCBയിലേക്ക് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ കൈവശ സർട്ടിഫിക്കറ്റിന് എന്താ വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല.
അതുപോലെ തന്നെ പിന്നെ വേണ്ടത് കറണ്ട് ബില്ലാണ്. അവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. KSEBിലേക്ക് കിട്ടേണ്ട ഒരു ക്യാഷാണ് എന്ത്, കറണ്ട് ബില്ല് നമ്മൾ അടക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ KSEB നിലനിൽക്കണമെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് എന്തായാലും അടച്ചാൽ മതിയാവും. അപ്പോൾ KSEBിലേക്ക് ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റണം അഥവാ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ആ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലിൽ ഒന്നും ഡ്യൂ ഉണ്ടാകാൻ പാടില്ല. ഫുള്ള് നമ്മൾ അടച്ചിരിക്കണം. ബില്ല് അടച്ചാൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് കൈവശം വേണം, കറണ്ട് പിന്നെ ബില്ല് നമ്മൾ കയ്യിൽ വേണം, അത് അടച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആരുടെ പേരിലാണ് കണക്ഷൻ ഇനി പുതിയത് മാറ്റുന്നത്, ആരുടെ പേരിലാണ് ഓണർഷിപ്പ് ചേഞ്ച് ആക്കുന്നത്, പുതിയ ഓണറെ ആധാർ കാർഡ് വേണം. പിന്നെ അതുപോലെ തന്നെ നിലവിലുള്ള ഓണർ മരണപ്പെട്ടിട്ട് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അവരെ മരണ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അഥവാ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വേണ്ടത് നമുക്കറിയാം, നമുക്കൊരു കറണ്ടിന് നമ്മൾ കണക്ഷൻ അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ നമ്മളൊരു ഡെപ്പോസിറ്റ് നമ്മളെടുത്ത് വാങ്ങും KSEB. അത് നമ്മളെ ലോഡിനനുസരിച്ചും നമ്മൾ 3 phase ആണ് സിംഗിൾ phase അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ഡെപ്പോസിറ്റ് പുതിയ ഓണറിലേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, ചേഞ്ച് ചെയ്യാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പഴയ ഓണറിൽ നിന്നും അഥവാ നിലവിലുള്ള ഓണറിൽ നിന്നും ഒരു കൺസേൺ ലെറ്റർ നമ്മൾ വാങ്ങണം. അഥവാ ഒരു A4ൽ ജസ്റ്റ് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് സെക്ഷൻക്ക് ഏത് സെക്ഷനാണ് ചവിക്കിൻ്റെ ഇന്ന കൺസ്യൂമർ നമ്പറിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് പിന്നെ ഇന്ന പുതിയ ഓണർക്ക് മാറ്റി കൊടുക്കുന്നത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് പരിപൂർണ്ണ സമ്മതമാണ്, കൂട്ടത്തിൽ കണക്ഷൻ മാറ്റി കൊടുക്കുന്നതിനൂടെ സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ ജസ്റ്റ് ഒരു A4ൽ എഴുതുക. അതും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് KSEB കണക്ഷൻ. നമുക്ക് ഒരാളുടെ പേരിലുള്ള കണക്ഷൻ മറ്റൊരാളുടെ പേരിൽ അഥവാ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു വീട്ടിലുള്ള കണക്ഷൻ ആയിരിക്കും വെള്ളത്തിൻ്റെ കണക്ഷൻ, വാട്ടർ കണക്ഷൻ. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കൈവശം വേണമെന്നില്ല, നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൻ്റെ കണക്ഷന് നമുക്ക് ഒരാളുടെ പേരിൽ നിന്നും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയും വെള്ളത്തിൻ്റെ കണക്ഷൻ മാറ്റുമ്പോഴും അവർക്ക് അവിടെ കണക്ഷനിൽ പെൻഡിങ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ബില്ല് ഫുള്ള് അടച്ച് തീർത്താൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ 3 ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് അഥവാ പഞ്ചായത്തിലെ വീട് നമ്മുടെ പേരിലേക്ക് മാറ്റുന്ന ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ KSEB ഓണർഷിപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എങ്ങനെ ഒരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് 3ഉം ഇപ്പോൾ ഫുള്ളി ഓൺലൈനാണ്. അതായത് വീട് നമ്മളൊരാൾക്ക് പേര് മറ്റൊരാൾക്ക് മാറ്റാൻ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് സിമ്പിളായിട്ട് KSmart എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ KSEB ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും KSEBയുടെ സൈറ്റിൽ നമുക്ക് ചെയ്യാവും, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ്, ഓൺലൈനായിട്ട് ചെയ്യാം. അതുപോലെ വാട്ടർ അതോറിറ്റിൻ്റെ ഇതുപോലെ തന്നെ അവരെ വാട്ടർ അതോറിറ്റിയുടെ സൈറ്റ് വഴി ഓണർഷിപ്പ് ചേഞ്ച് ആവുന്നതാണ്. 3 സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളൊക്കെ വേണം എന്നുള്ളതാണ്. മാത്രമല്ല അതിലൊന്നും പെൻഡിങ്ങുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.